ഈ പെരിയ വധക്കേസിൽ വന്നിരിക്കുന്ന വിധി ആശ്വാസകരമാണ്, അല്ലെങ്കിൽ പ്രതീക്ഷാ നിർഭരമാണ് എന്ന് പറയുന്നതിന് ആ കേസിൻ്റെ മാത്രം പശ്ചാത്തലമല്ല സത്യത്തിൽ. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു മുൻ MLA അടക്കമുള്ള 4 CPM നേതാക്കന്മാരതിൽ പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ് കേസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇത് പെരിയ കൊലക്കേസിൻ്റെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ കണ്ണൂരിലെ ഷുക്കൂർ വധക്കേസിൽ അവിടുത്തെ നിലവിലുണ്ടായിരുന്ന MLA, ആ വധം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന MLA ആ കേസിലെ പ്രതിയാണ്. P. ജയരാജനെ പോലെ തലയെടുപ്പുള്ള CPMൻ്റെ പിണറായി വിജയനോളം തലയെടുപ്പുള്ള CPMലെ പാരമ്പര്യമുള്ള നേതാവും ആ കേസിൽ പ്രതിയാണ്. എന്ന് വെച്ചാൽ ഈ ചന്ദ്രശേഖർ വധക്കേസിന് ശേഷം, ഷുക്കൂർ വധക്കേസിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ആശ്വാസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊലപാതക കേസുകളിൽ പാർട്ടി പ്രവർത്തകരെയും ഗുണ്ടകളെയും പറഞ്ഞു വിട്ട് കൊല്ലിക്കുന്ന CPMൻ്റെ ആസൂത്രണം പൊളിയുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ നിരന്തരമായി കണ്ണൂർ കൊലക്കേസുകളിലെ അല്ലെങ്കിൽ CPM വധക്കേസുകളിലെ പ്രതികളാക്കപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ടൂളുകളാണ്. അതിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPMൻ്റെ നേതൃത്വമാണ്. ഇപ്പോൾ ചന്ദ്രശേഖർ വധക്കേസിൽ തന്നെ സഖാവ് പിണറായി വിജയൻ വരെ നീണ്ടു നിൽക്കുമായിരുന്ന ഒരു ഗൂഢാലോചന, അതിൻ്റെ ഒരുപക്ഷെ അതിലെ ചെറിയ ഘട്ടത്തിൽ മാത്രം പൊളിഞ്ഞുപോയി എന്നത് ഒഴിച്ചു നിർത്തിയാൽ ആ കേസ് പ്രതീക്ഷാ നിർഭരമായി തന്നെ ഗൂഢാലോചനക്കാരെ അടക്കം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു അവസാനത്തെ വന്നിരിക്കുന്ന വിധിയാണ് ഇപ്പോൾ പെരിയ കേസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ട ജീവപര്യന്തം മതിയോ, വധശിക്ഷ ആവശ്യമുണ്ടോ എന്നൊക്കെ ചർച്ച നടത്തേണ്ടത് അതിൻ്റെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ ആ കേസിൽ പാർട്ടിയുടെ നേതാക്കന്മാർ, കാസർഗോഡ് ജില്ലയിലെ തലമുതിർന്ന പാരമ്പര്യമുള്ള നേതാവ് കൂടിയായിട്ടുള്ള അവിടുത്തെ മുൻ MLA അടക്കം ഇതിലെ പ്രതിയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ CPMൻ്റെ നരനായാട്ട് ഒരു യാദൃച്ഛികമായ സംഭവമല്ല, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുണ്ടാവുന്നതല്ല. വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രണം നടത്തിയിട്ട് CPM എന്ന പാർട്ടി തന്നെ നടത്തുന്ന കലാപങ്ങളും കൊലപാതകങ്ങളാണ് കേരളത്തിലേതെന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെടുകയാണ് ഈ വിധി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ. അല്ല, CBI അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ കൊലപാതക കേസ് നടക്കുമ്പോഴും അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരും എത്രത്തോളം ഈ കേസിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഗവൺമെൻറ് തന്നെ നേരിട്ട് കോടതിയിൽ പോയിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ന് തന്നെ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ കേസിൻ്റെ മുകളിലും കോടതി ഉണ്ടല്ലോ, ഞങ്ങൾ പോകുന്നതാണ് എന്ന് വെച്ചാൽ പ്രതികൾക്കൊപ്പം തന്നെ ആ പാർട്ടി നിൽക്കുകയാണ്. അവർക്കതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നിടത്താണ് ജനങ്ങളിത് ബോധ്യപ്പെടുന്നത്. ആദ്യം ഇതിന്റെ വിധി വന്നപ്പോൾ LDF കൺവീനർ പറഞ്ഞത് CPM ആസൂത്രണം ചെയ്ത് നടത്തുന്ന കൊലപാതകങ്ങളൊന്നും ഇല്ല എന്നാൽ CPM ആസൂത്രണം ചെയ്ത് നടത്താറില്ല, അതിന്റെ പ്രവർത്തകരെങ്കിലും പങ്കെടുത്താൽ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് CPM ആസൂത്രണം ചെയ്ത് നടത്തുന്ന കൊലപാതകമാണ് എന്നത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു പ്രീവിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ആ പ്രതികളെ പറഞ്ഞു വിടുക, കൊല്ലിക്കുക, അത് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ മുഴുവൻ പരിരക്ഷിക്കുക, അവരുടെ കല്യാണങ്ങൾ ഗംഭീരമായിട്ട്, കുടുംബത്തിലെ കല്യാണങ്ങളും അവരുടെ കല്യാണങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടത്തി കൊടുക്കുക. പാർട്ടി അങ്ങനെ ചെയ്തിരുന്നിടത്ത് നിന്ന് CPM ലീഡർഷിപ്പ് കുടുങ്ങുന്നു എന്നത് അവരുടെ പങ്കാളിത്തം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അത് അവരല്ല എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇതിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് CPMൻ്റെ ലീഡർഷിപ്പ് അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൊലപാതകത്തിലെ ഇത്തരം കൊലപാതകങ്ങളിൽ മുഴുവൻ നടക്കുന്ന പ്രതികളാക്കപ്പെടുന്നവർ, ഇതിലിപ്പോൾ തന്നെ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്ന ആളുകൾ, അവരെ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. ഇന്ന് ഗോവിന്ദൻ വളരെ നിസ്സാരമായിട്ട് അവരുടെ വിഷയമല്ല എന്ന് വളരെ നിസ്സാരമായിട്ട് കൂളായിട്ട് പറഞ്ഞു. എന്നാൽ കണ്ടെത്തിയിരിക്കുന്നത് CPMൻ്റെ നേതാക്കന്മാരായ 4 പേരുടെ അറിവോടെ മറ്റുള്ളവർ നടത്തിയ കൊലപാതകം എന്നാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പുല്ലുവിലയാണ്. ഈ CPMൻ്റെ നേതാക്കന്മാർക്ക് മക്കളുണ്ട്. അവരാരും കേരളത്തിലെ അറിയപ്പെടുന്നൊരു കൊലപാതകത്തിലെ പ്രതിയല്ല. പിണറായി വിജയൻ്റെ മക്കൾ വളരെ സേഫാണ്, ഗോവിന്ദൻ്റെ മക്കൾ വളരെ സേഫാണ്, EP ജയരാജൻ്റെയും MV ജയരാജൻ്റെയും ഒക്കെ മക്കൾ സേഫാണ്. അവർ പെടണമെന്നല്ല ഞാൻ പറയുന്നത്, കൊല്ലപ്പെടുന്നിടത്തും അവരില്ല, കൊല്ലുന്നിടത്തും അവരില്ല. ഇത് വളരെ കൃത്യമായിട്ട് പാർട്ടി അണികളെ കൂടെ വെറും ഒരു കൊലപാതക തൊഴിലാളികളാക്കി മാറ്റുന്ന CPMൻ്റെ നെറികെട്ട രാഷ്ട്രീയമാണ്. അതാണ് ഇതുവഴി പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം. അല്ല, വിധി സ്വാഭാവികമായി ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ നിയമത്തിൻ്റെ ഒക്കെ വഴികളിൽ ഒരുപാട് സാധ്യതകളുണ്ട്, അതവർ പരിശോധിക്കട്ടെ. പക്ഷേ ഈ ഒരു കേസും, ഇപ്പോൾ ഷുക്കൂർ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലെ വിധി വരാൻ പോകുന്നു. വിടുതൽ ഹർജിക്ക് P. ജയരാജനും രാജേഷും കൊടുത്തിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടില്ല. ഈ വേറെ വഴികൾ അവർ പരിശോധിക്കും, വഴികൾ അവർ പരിശോധിക്കട്ടെ. അതിൻ്റെ പുറകിൽ എന്തായാലും പാർട്ടി കോൺഗ്രസ് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പറയുന്നു. ഞങ്ങളുടെ കേസുകളിൽ ഏതറ്റം വരെ പോയാലും നിയമത്തിൻ്റെ വഴിയിൽ അവസാനം വരെ ഞങ്ങളുണ്ടാകും.
ബുദ്ധി വരുത്താൻ എങ്കിലും ആൾക്കാർക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ. അല്ല, ഇതിനകത്ത് ഒരു പബ്ലിക് അവെയർ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത് ആസൂത്രണം നടത്തിയിട്ട് ഈ കൊലപാതകങ്ങൾ നടത്തുക, എന്നിട്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു കോളിനോസ് ചിരിയും ചിരിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക, ഹിന്ദി സിനിമയിലൊക്കെ വില്ലന്മാരെ മാതിരിയിട്ട് അവരിങ്ങനെ വന്നിട്ട് പിന്നെ പത്രക്കാരെയും തേറി പറഞ്ഞ് രാഷ്ട്രീയക്കാരെയും തേറി പറഞ്ഞ് വലിയ നേതാക്കന്മാരുടെ ഭാവം ചമഞ്ഞ് മന്ത്രിഭാവമൊക്കെ ചമഞ്ഞ് നടക്കുക, എന്നിട്ട് ഈ കൊലപാതകങ്ങൾ നടത്തുന്ന രീതി പൊളിയാണ്. ഇതിലെ അവെയർ ഉണ്ടാവുന്നത് ജനങ്ങൾക്കാണ്, പാർട്ടി പ്രവർത്തകന്മാർക്കാണ്. ഇവരുടെ ഒരു നേതാക്കന്മാരുടെ മക്കൾ ഞാൻ പറഞ്ഞല്ലോ, കൊല്ലപ്പെടുന്നിടത്തോ അതല്ലെങ്കിൽ കൊല്ലുന്നിടത്തോ ഇവരാരുമില്ല. സാധാ പാർട്ടി അണികളെയും കരുവാക്കുകയാണ്, ജനങ്ങളെയും കരുവാക്കുകയാണ്. അല്ല, അത് CPM ഒരു രീതിയാണല്ലോ, ഒരു തരം ആളുകളെ ഫുള്ളാക്കുക എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഗോവിന്ദൻ്റെ പത്രസമ്മേളനം ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് നിൽക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പിന്നെ ഇതിന് മേലെയും കോടതി ഉണ്ടല്ലോ, ഞങ്ങൾ പോകുന്നതാണ്. പ്രതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുകൾക്ക് വേണ്ടിയാണ് പോകുന്നത്, അല്ലാതെ പുറത്തുള്ള ആരെയും പ്രതിയാക്കിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലെ കോൺട്രാഡിക്ഷൻ ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിലെ കള്ളക്കളിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. താനൂർ ലെവി അബ്ദുറഹ്മാൻ SDP വോട്ടുകൾ വാങ്ങിയാണ് ജയിച്ചത് ആരോപണം വരുന്നത്. SDP വന്ന വഴി മറക്കരുതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴും വി അബ്ദുറഹ്മാൻ ആ വോട്ട് കിട്ടിയിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നില്ല. എല്ലാ വോട്ടുകളും ലീഗിനെതിരെ എല്ലാ വോട്ടുകളും കിട്ടിയത് മാത്രമാണ് പറയുന്നത്. ഞാൻ ആ മാറ്റർ തൽക്കാലം പറയണില്ല. അത് പറയേണ്ട വിശദമായി പറയേണ്ട മാറ്റർ ആയതുകൊണ്ട് ഞാൻ പറയണില്ല.